ഹലോ ഹായ്. ജർമ്മനി വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് നമുക്ക് ലാംഗ്വേജ് ബാരിയർ ആണ്. ഇപ്പോൾ ലാംഗ്വേജ് നന്നായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കില്ല, ചിലർ സംസാരിക്കാൻ അറിഞ്ഞാൽ പോലും സംസാരിക്കില്ല. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കുറച്ചെങ്കിലും അറിയെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ നമുക്ക് അപ്പോയിൻമെന്റ്സ് കിട്ടണേലും പ്രിഫറൻസ്, ജർമ്മൻ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട്. അവർ നമുക്കൊരു വാല്യൂ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. വേറൊന്ന് പറയാനുള്ളത് ഹെൽത്തിൻ്റെ ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിന് അപ്പോയിൻമെന്റ്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ചില ഡോക്ടേഴ്സിന് ഇത്ര പേഷ്യൻസിന് എടുക്കാൻ പാടുള്ളൂ, അതിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ഇഷ്യൂസ് ഉണ്ട്. അവിടെയും ജർമ്മൻ ലാംഗ്വേജ് ഒരു ബാരിയർ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാനും കുറേ ടൈമും എടുക്കും. ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് കിട്ടാനും ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് ഡേറ്റ് കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കും. പിന്നെ വിൻ്റർ ഡിപ്രഷൻ ആക്ച്വലി ഇവിടെ കുറേ വരുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഡിപ്രസ്ഡ് ആവാൻ ചാൻസസ് ഉള്ളതാണ്, പ്രത്യേകിച്ച് വിൻ്റർ ആകുമ്പോൾ, ഐസൊലേറ്റഡ് ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട്. സോ ഇവിടെ വരുന്നവർ കുറച്ചും കൂടെ സോഷ്യലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെ അത് കാലാവസ്ഥ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതാണ് വിൻ്റർ ഡിപ്രഷൻ. അതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇല്ലാത്ത കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക, ജോലി സ്ഥലത്തെ ഇഷ്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.